മുക്കം നഗരസഭാ പ്രദേശത്തെ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജൈവമാലിന്യ സംസ്കരണത്തിന് പുതിയ പദ്ധതിയുമായി മുക്കം നഗരസഭാ പ്രദേശത്തെ ഓഫീസുകളിലെ ജീവനക്കാർക്ക് ഭക്ഷണാവശിഷ്ടങ്ങൾ സംസ്കരിക്കുന്നതിനായി ഡൈജസ്റ്റർ പോർട്ട് സ്ഥാപിക്കുന്നതിൻ്റെ ഉദ്ഘാടനം താഴക്കോട് വില്ലേജ് ഓഫീസിൽ നഗരസഭാ ചെയർമാൻ പി.ടി. ബാബു നിർവഹിച്ചു. മുക്കം നഗരസഭാ പ്രദേശത്തെ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജൈവമാലിന്യ സംസ്കരണത്തിന് പരിഹാരവുമായാണ് മുക്കം നഗരസഭ പുതിയ പദ്ധതി തയ്യാറാക്കിയത്. ഓഫീസുകളിലെ ജീവനക്കാർക്ക് ഭക്ഷണാവശിഷ്ടങ്ങൾ സംസ്കരിക്കുന്നതിനായി ഡൈജസ്റ്റർ പോർട്ട് സ്ഥാപിക്കുന്നതിൻ്റെ ഉദ്ഘാടനം താഴക്കോട് വില്ലേജ് ഓഫീസിൽ നഗരസഭാ ചെയർമാൻ പി.ടി. ബാബു നിർവഹിച്ചു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി അധ്യക്ഷയായി. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി നഗരസഭാ പ്രദേശത്തെ 70 സ്ഥാപനങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ ഡൈജസ്റ്റർ പോർട്ട് വിതരണം ചെയ്യുക. നഗരസഭയെ മാർച്ച് 26 മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായാണ് പോർട്ട് വിതരണം നടത്തുന്നത്. അംഗനവാടികൾ, സ്കൂളുകൾ, ആശുപത്രികൾ, ഫയർ സ്റ്റേഷൻ, പോസ്റ്റ് ഓഫീസ്, ബാങ്ക് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ഡൈജസ്റ്റർ പോർട്ട് സ്ഥാപിച്ചു നൽകും. മാലിന്യം വലിച്ചെറിയുന്നത് ഇല്ലായ്മ ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രജിത പ്രദീപ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് അബ്ദുൾ മജീദ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സത്യനാരായണൻ മാസ്റ്റർ, കൗൺസിലർമാരായ വേണു കല്ലുരുട്ടി, വിശ്വൻ നുകുഞ്ചം, എ കല്യാണിക്കുട്ടി, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ സജി മാധവൻ, നഗരസഭാ സെക്രട്ടറി ബിബിൻ ജോസഫ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.